ഉണ്ട്, പല്ലിമീനുണ്ട്. ഇവരെങ്ങനെയാണേലും ജീവിക്കും കേട്ടോ. മേടിക്കാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എത്ര പ്രാവശ്യം വിളിക്കണമെന്ന് വരാൻ പറഞ്ഞിട്ട്. എന്തുവാടി? ചേട്ടാ കറി വെക്കാൻ ഒന്നും ഇല്ല. കറി വെക്കാൻ ഇല്ലെങ്കിൽ പോയി മേടിക്കണം. ഒന്ന് മേടിച്ചിട്ട് വാ. മേടിക്കാൻ പോവാം. അതെ, അടുത്ത ആഴ്ച കറി വെക്കാനല്ല, ഇന്ന് കറി വെക്കാനാണ്. ഇന്ന് ഉച്ചക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് വരണം. നീ അല്ലേ ഔട്ടിങ്ങിന് വരുന്നുണ്ടെന്ന് പറഞ്ഞേ? ഔട്ടിങ് സാധനം മേടിക്കാൻ എടി നമുക്ക് ഒരുമിച്ച് പോകാം. എന്നാ പോവാൻ റെഡി ആവ്. റെഡി ആകാടി, നീ റെഡി ആകുക. ഞാൻ ഇപ്പൊ റെഡി ആവേ, എന്നിട്ട് റെഡി ആയി കണ്ടില്ല പറയാവേ. ചേട്ടാ ഞാൻ ചുമ്മാ നല്ല കേട്ടോ, ശരിക്കും ഇവിടെ ഒന്നും എനിക്ക് പിന്നെ നിന്നെ വിശ്വാസം ഇല്ലേ? ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഉച്ചക്ക് എന്നാ എടുത്ത് കഴിക്കാന്ന്, ചോറ് മാത്രമേ ഉള്ളൂ തരാൻ. പോകാം, നമുക്ക് പോകാം. റെഡി ആവ്. എല്ലാ പ്രാവശ്യം ഇതാണ് അവസ്ഥ. റെഡി ആവ് റെഡി ആവെന്ന് എന്നെ കൊണ്ട് പറഞ്ഞു റെഡി ആക്കിച്ചിട്ട് ഞാൻ കാത്തു കെട്ടി കിടക്കാം അല്ലേ? വേണ്ട, നീ റെഡി ആയിക്കോ, ഞാൻ റെഡി ആയി. നടക്കൂല ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം പറ്റിക്കുന്ന പോലെ ഒന്നും പറ്റത്തില്ല. ആദ്യം നീ റെഡി ആവും. മാറ്റി വെക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. പോവാം. ഒരു സാധനമില്ല ഫ്രിഡ്ജിന്റെ അകത്ത്? ഇല്ല. ശരിക്കും വിശ്വാസമില്ല? നോക്കട്ടെ. വിശ്വാസമില്ല? ഇല്ല, നോക്കണം. ഒന്ന് നോക്ക്. റെഡിയായോ? വാ പോ. സമയം ഇത് എത്ര ആയിന്നറിയാവോ? ഇങ്ങനെ കളിച്ച് പിടിച്ച് നടന്നോണം, ഇരുന്നോണം. എത്രയായി? എത്ര അത് വരുവല്ലേ കുഞ്ഞ്? ഞാൻ എത്ര സമയമായി നിന്നെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. തള്ളുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. വണ്ടിയുടെ താക്കോൽ എടുത്തോ? ഇല്ല. വെരി ഗുഡ്. ഇതൊക്കെ ഓർക്കണ്ടേ? പിന്നെ നീ എങ്ങനെ പോകാന്ന് വിചാരിച്ചിട്ടാ വണ്ടി വേണ്ട ആക്കാതില്ലാണ്ട്? നിനക്ക് എടുത്താൽ എന്നാ? ഞാൻ വിചാരിച്ച എല്ലാം നീ സെറ്റാക്കി വെച്ചേക്കുന്നു. നേരമായല്ലോ തിരക്ക് പറയാൻ എന്നും പറഞ്ഞു. പിന്നെ ഏതെങ്കിലും സമയത്ത് പോയാ മതിയോ? വേഗം കൂട്ടിട്ട് വരണേ, ഞാൻ വണ്ടി എടുക്കാം. ഫോണ് അതിന്റെ ആവശ്യമില്ല. അയ്യോ എടി, എന്താ? മറ്റേ ഫോൺ എടുത്തില്ലല്ലോ. നീ വേഗം എടുത്തിട്ട് വാ. അവള് വരുമ്പത്തേനും ഗേറ്റ് തുറക്കാം, വണ്ടി ഇറക്കാം. ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ കലാപം നടക്കും. സ്പീഡപ്പ്. നമ്മുടെ പടക്കുത്തിരി ഇവിടെ ഇരിപ്പുണ്ട്. ഇഞ്ചി ഉണ്ടല്ലേ, അടിക്കണ്ട, വന്നിട്ടിരിക്കാം. പോകാ. എടി കുഞ്ഞ് വേഗം വന്ന് കേറടി. ഞാൻ എത്ര സമയമായിടി വണ്ടി എടുത്ത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവളോട് ഞാൻ രാവിലെ മുതൽ പറയുന്നതാ പോകാം. എടി കേറ്, നീ കേറ്. ഗേറ്റ് അടയ്ക്കണ്ടേ? ഗേറ്റ് അടച്ചേക്ക്. അല്ല, ഗേറ്റ് അടക്കണ്ടേ, നമ്മളിപ്പൊ തിരിച്ചു വരുന്നതല്ലേ.
പെട്ടെന്ന് വരുവോ? പിന്നെ പെട്ടെന്ന് വരും. കയറിക്കോ. സോറി. ഓക്കെ പോലെ ക്ലാസ് കെട്ടിക്കോ. എത്ര രാവിലെ മുതൽ ഞാൻ നിന്നോട് പറയുന്നതല്ലേ പോകാന്ന്. മാതിരി മറ്റേ വർത്താനം പറയരുത് കേട്ടോ. രാവിലെ ആരാ? നീ നോക്ക്, ആദ്യം വണ്ടി കയറിയിരുന്ന ആരാ? ഞാനാണോ? ഞാൻ സമയം എത്രയായി? അവിടെ ഇട്ടിട്ട് ഓടി മൂവി വന്നിട്ട് കേറി ഇരുന്നിട്ട് തള്ളരുത് കേട്ടോ. കള്ളക്കരിങ്ങാലിയോ? ഞാനോ? ഈ പാവൻ ഞാനോ? ഒന്ന് ഉച്ചക്ക് ചോറ് കഴിക്കേണ്ടതാണ്. ചോറ് കഴിക്കാനാകുമ്പത്തേനും നമ്മള് തിരിച്ചു വരും. കിളി സൈഡ് നോക്കിക്കോ, ഞാൻ എന്താ റിവേഴ്സ് പോവാണ്. പോട്ടെ റൈറ്റ്. തലവേദന എടുക്കാൻ നിന്നോടൊക്കെ ചലച്ച് അത് എന്നോട് ചലച്ചിട്ടൊന്നല്ല, പിന്നെ നിന്റെ മൈൻഡ് സെറ്റ് അല്ലാത്ത. അങ്ങനെ പറ. പുരുഷത്തിനെ കെട്ടി ഒരുക്കി പുറത്തിറക്കാനുള്ള പാട്. ഒരു വഴിക്ക് പോകണ ഇത് എത്ര നേരം മുമ്പ് തുടങ്ങണം. എടി മഴ ആയതുകൊണ്ടല്ലേ കുഞ്ഞെ. അത് മാത്രമല്ലടി, നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ പാലം ബ്ലോക്കാ. എനിക്കറിയാം, ഗോശ്രീ പാലം ഭയങ്കര ബ്ലോക്കാന്ന്. എല്ലാത്തിനും ഓരോ ന്യായം കണ്ടുപിടിക്കണം. ന്യായം അല്ല, ഞാൻ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അതിലെ പോകുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടല്ലേ. ഭയങ്കര തിരക്കാണല്ലോ ഇന്നോ? അതിപ്പോ അവിടുന്ന് ട്രാഫിക് വിട്ടേന്റെയാ. സിഗ്നൽ ഇങ്ങോട്ടുള്ള ഒഴിവാക്കി വിട്ടത്. പറയല്ലയോ അല്ലേ? നമ്മളിപ്പോ കുത്തിക്കയറ്റും. കുത്തിക്കയറ്റലാണ് മോളെ ഇവിടുത്തെ മെയിൻ. അത് മറ്റുള്ളവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ആണ്. കറക്റ്റായിട്ട് പോകുന്ന മനുഷ്യന്മാര് ഇവിടെ ഇല്ല. തോന്നുന്നല്ല, ആർക്കും ഇവിടെ കറക്റ്റായിട്ട് പോകാൻ ടാക്സിക്കാരുടെ മെയിൻ സ്വഭാവം. ഓടി ഞങ്ങളെ ഇവിടെ മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്. മാന്യത കാണണമേ. ഓരോ സ്ഥലത്ത് ആ പോകുന്ന വഴിക്ക് ഉച്ചക്ക് പോകുമ്പോ ഒരു ലൈനാണ്, 2 ലൈനാണ്. ഒരു ലൈൻ അങ്ങോട്ട് പോവാനും ഒരു ലൈൻ തിരിച്ച് ഇങ്ങോട്ട് വരാനും. പക്ഷെ ടാക്സിക്കാരന് അവർക്ക് മാത്രം സെക്കൻഡ് ഒരു ലൈന്. ഞങ്ങൾക്ക് തിരക്കുള്ളവരാണ്. ഞങ്ങള് കൂടുതൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുന്ന. പിന്നെ ഞങ്ങക്ക് താമസിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങക്ക് ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ടല്ലേ, നമ്മുടെ വണ്ടി എടുത്തിട്ട് റിസ്ക് എടുക്കുവല്ലേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തട്ടുവോ മുട്ടോ ചെയ്താ ആരാ അതിന്റെ ബാക്കി നോക്കണ്ടേ? നമ്മള് തന്നെ. പക്ഷെ എന്നിട്ടും കസ്റ്റമേഴ്സിന്റെ ടൈമിന് നമ്മള് വാല്യൂ കൊടുക്കുന്നു. ഭയങ്കര ബ്ലോക്കാണല്ലോ ഇന്ന് ഈ സമയത്ത്. അറിയില്ല, പണി നല്ലോണം നടക്കുന്നുണ്ടോ? പണി നടക്കുന്നുണ്ട്. ഇതല്ലേ മെട്രോയിന്റെ പണി വേറെ എവിടെയും ബ്ലോക്ക് ആക്കിയിട്ട് പണി നടക്കുന്നുണ്ടോ? ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസേ ഒരു ഡോക്ടർ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നേ. അപ്പൊ പുള്ളിക്കാരൻ ഈ MG ഷോറൂമിലോട്ട് പോവുക. അപ്പൊ പുള്ളിക്കാരനൊരു ഡോക്ടർ പുള്ളി സർവീസിന് വെച്ചേക്കോ വണ്ടിയോടെ. അപ്പൊ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോഴാ പറഞ്ഞേ, പുള്ളിയുടെ വണ്ടി 1 വർഷം കൊണ്ട് പുള്ളിയുടെ ബാറ്ററി പോയി പോലും. പുതിയ വണ്ടിയുടെ. എന്നിട്ട് കമ്പനി മാറ്റി കൊടുത്തില്ലെന്ന്. മീൻസ് അവർക്ക് അയാൾക്ക് വാറണ്ടി കിട്ടിയില്ല പോലും. നോർമലി ഇതിന് എത്രയാ ഉള്ളത്? എന്റെ അറിവില് 3 വർഷമാണ്. അതിൽ കൂടുതൽ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഡോക്ടർ ഏതായാലും പറ്റിച്ചെന്നാ പറഞ്ഞു. ഇതെന്ത് പറ്റിയെന്ന് അറിയാമോ? രാവിലെ മഴയും കൂടെ പെയ്തില്ലേടി, അതാണ് ബ്ലോക്ക് കൂടിയത്. മൊത്തം കുളംകരയല്ലേ. പേഷ്യൻസ് ടുഡേ കംഫർട്ട് ടുമോറോ എന്നാ പറയുന്നത്. എന്ത്? പേഷ്യൻസ് ടുഡേ കംഫർട്ട് ടുമോറോ. ഇപ്പൊ ക്ഷമിച്ചാ നാളെ സുഖമായിട്ട് പോവാം. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ക്ഷമിക്കണം. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിപ്പല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് മെട്രോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന. മെട്രോയോ? പേഷ്യൻസ് ടുഡേ കംഫർട്ട്. നീ ഇത് നോക്കടി, മെട്രോന്റെ പില്ലർ അടിക്കുന്ന സാധനം കണ്ട? പിന്നെ വലിയ വിഷയല്ലേ, ഭയങ്കര സൗണ്ട് ആയത്.
രാത്രിക്കല്ലേ പണിയെടുക്കുന്നത്? ആ നൈറ്റ് ഭയങ്കര സൗണ്ടാ. ഈ ഭാഗത്തുള്ളവർക്കൊന്നും ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞേ പണിയെടുക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോ രാത്രി ഞങ്ങൾക്ക് കേക്കായിരുന്നു അല്ലേ? നോക്കടി മോളെ, ചേച്ചിയുടെ പഴക്കച്ചവടം പച്ചക്കറി കച്ചവടം കണ്ടോ? തമിഴ്നാട് സ്റ്റൈൽ. ആ ഇത് തമിഴ്നാട്, ഇത് തമിഴരാ. ഇവരെങ്ങനെയാണേലും ജീവിക്കും കേട്ടോ. പ്രായത്തിലൊക്കെ അവർക്കൊക്കെ നല്ല ഏജ് ഇല്ലേ? ഈ പ്രായത്തില് ആ പണിയെടുക്കാനുള്ള മൈൻഡ്. ഫുള്ള് ചെളിയാണല്ലോ. ഫുള്ള് ചെളിയാ. എന്ന് തീരുമോ ഈ മെട്രോ പണി? 2-3 വർഷം പിടിക്കുമായിരിക്കും. ലോട്ടറി നോക്ക്, ലോട്ടറി ലോട്ടറി ലോട്ടറി. ഇത്ര പെട്ടെന്നോ? എനിക്ക് വിശപ്പിന്റെ അസുഖമൊക്കെ ഉള്ളത്. നിന്റെ വയറ്റിലെന്താ കോഴി കുഞ്ഞുണ്ടോ? എടി ഇപ്പഴല്ലേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? ഇപ്പഴല്ലേ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? നിനക്കല്ലേലും പുറത്തിറങ്ങാൻ പറ്റിയ വിശപ്പ് കൂടുതലാണല്ലോ. എന്താ വേണ്ട, ചായ വേണോ? വേണ്ട, പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല. ഇല്ലേ? പിന്നെന്തൊരു പ്രത്യേക വിശപ്പ്? ഞാനിങ്ങനെ ചായക്കടയൊക്കെ കാണുമ്പോ എനിക്ക് വിശക്കും. ചായക്കട കാണുമ്പോ വിശക്കുന്നല്ലേ? ഓ ശരി ശരി. പണ്ടില്ലേ അപ്പ അമ്മയും കൂടെ ടൗണിൽ പോകുമ്പോ പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളതാണേ, അമ്മക്ക് ടൗണിലെത്തുന്നതാണ് അമ്മക്ക് ദാഹിക്കാൻ തുടങ്ങും. വീട്ടിന്ന് ബസ്സിന് അവിടെ എത്തും, ടൗണിലെത്തുന്നതാണ് അമ്മക്ക് ദാഹിക്കാൻ തുടങ്ങും. നാരങ്ങാളം കുടിക്കണം. അന്നത്തെ കാലം അപ്പൊ അവർക്ക് പുറത്തുനിന്നൊക്കെ കുടിക്കാണെങ്കിൽ ഇപ്പൊ നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടും. അമ്മയ്ക്കാണ് എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവര് ടൗണിലൊക്കെ കുട്ടിക്കൊക്കെ പോകും. അമ്മക്ക് ദാഹിക്കാൻ തുടങ്ങുന്നത്. വീട്ടിലെത്തിയാണ് പറയുന്നത് ദാഹിക്കാൻ തുടങ്ങും. ദാഹിക്കുന്നേ. അപ്പൊ പിന്നെ ഇരുത്തി നമ്മളെന്ത് ചെയ്യും? എന്തെങ്കിലും വെള്ളം കുടിക്കുമല്ലോ, എന്തെങ്കിലും പച്ചവെള്ളം വെച്ച് കൊടുക്കുകയല്ലോ, ചായയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. അതിനായിട്ടുള്ളൊരു നമ്പറാണ്. ഇനി ശരിക്കും ദാഹിച്ചിട്ടാണോ എനിക്ക് അറിയത്തില്ല, പക്ഷെ പപ്പ പറയും അങ്ങനെ പറയും. അതേപോലെ നിനക്ക് എപ്പ പുറത്തിറങ്ങിയാലും വിശപ്പാണല്ലേ? ചായക്കട കാണുമോ വിശപ്പ്? പക്ഷെ ഞാൻ കഴിക്കാറില്ലല്ലോ. കഴിക്കാറുണ്ടോ? ഇല്ല, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. ചുമ്മാ പറയില്ല ചേട്ടൻ. കൊറേ മരമൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ റോഡിന്. ഈ ഭാഗം ഒരു പ്രത്യേക രസമുണ്ട്, ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഏരിയ അല്ലേ? ഹൈക്കോടതി വലത് സൈഡോ അപ്പുറത്തെ സൈഡോ? ഓ, നമ്മൾ അങ്ങോട്ട് പോകില്ല. അങ്ങോട്ട് പോകത്തില്ല. അതിന്റെ അപ്പുറല്ലേ മറൈൻ ഡ്രൈവ്? അതെ, ഇവിടെ മറൈൻ ഡ്രൈവ്. ഇപ്പൊ നമ്മള് കേറുന്ന റോഡില്ലേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡില്. ഇവിടെ ഒരു ഫ്ലാറ്റ് നോക്കുന്നോ? വേണ്ടപ്പാ. കോടികള് തോരെ എണ്ണി കൊടുക്കണം. ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ പോലെ കോടികൾ പിന്നാലെ. നമുക്കൊരു വീടില്ലേ, അത് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അത് പ്രസ്റ്റീജിന്റെ ഫ്ലാറ്റാ കാണുന്നത്. എന്താ ആ വലിയ നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അവിടുന്ന് അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെയുള്ള വ്യൂ എങ്ങനെ ഉണ്ടാവും? അവിടുന്ന് കടലൊക്കെ കാണാൻ. കടൽ വ്യൂ ഉണ്ട്, അവർക്ക് കടൽ വ്യൂ കിട്ടും. പക്ഷെ ബാൽക്കണി വ്യൂ ഉള്ളതിനൊക്കെ സെപ്പറേറ്റ് പൈസ ഉണ്ടാവും. ഫ്ലാറ്റിന് റേറ്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഫുള്ള് വിറ്റ് പോയതായിരിക്കും. ഇതൊക്കെ കുറെ കാലം പുതിയത് മറീന വണ്ണ് അത് സെയിലിന് വെച്ചിട്ടുണ്ട്. വലിയ എത്രയോ കോടികളൊക്കെ ചോദിക്കുന്നത്. 6 കോടിയോ 7 കോടിയോ. എന്താ പറ്റിയ? സ്കൂട്ടിക്കാരന്റെ എണ്ണ തീർന്നു പോയോ? ഓ, ഡേഞ്ചർ സീനാ കേട്ടോ. മറ്റവന്റെ സ്കൂട്ടി നമുക്ക് സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ പാവം കേട്ടോ, അവൻ ആ ഹെൽപ്പ് ചെയ്യാനുള്ള അവന്റെ മൈൻഡ് സമ്മതിക്കണേ അല്ലേ? ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ?
കിട്ടില്ല, ഹോട്ടലാണ്. പുറമെ 1-2 പ്രാവശ്യം കണ്ടായിരുന്നു. ഭയങ്കര സെറ്റപ്പാ, ഭയങ്കര സെറ്റപ്പാ. ട്രിപ്പ് പോയായിരുന്നു. റൈഡ് ഉണ്ടായിരുന്നു അങ്ങോട്ട്. പക്ഷെ ബോൾഗാട്ടിയിൽ ഞാൻ ഇതുവരെ പോയില്ല. അത് കണ്ടോ? അതിന്റെ അടുത്ത് തന്നെ കണ്ടോ ബോൾഗാട്ടി പാലസ്? അത് കൺവെൻഷൻ സെന്റർ കണ്ടില്ല? ഗ്രാൻഡ് ഹയാത്തിന്റെ ഇപ്പുറം നോക്കടി, കണ്ടോ? പണ്ടേ സ്കൂളിലൊക്കെ വന്നപ്പോ ഇതിലെ കൂടെ ഞങ്ങളൊക്കെ ബോട്ടിന് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? എന്താ സാഗര റാണി എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടില് പണ്ട് ഞങ്ങളും വന്നായിരുന്നടി. ഞാൻ എപ്പോഴും 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കാൻ പോകുന്നത് ഈ കാലേ. അത് തന്നെ, ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ വല്ലാർപ്പാടൊക്കെ കണ്ടതിന്റെ മുമ്പിൽ കൂടെ ഒക്കെ വന്നേ. ഞങ്ങള് പള്ളിയിലൊക്കെ വന്നായിരുന്നു. വല്ലാർപ്പാട് എത്തിയില്ലേ? അന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ട്രിപ്പൊക്കെ വന്ന് കൊച്ചി കണ്ടു പോയതാണ്. തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഈ റീൽസിലൊക്കെ പറയുന്ന പോലെ കൊച്ചി ലൂപ്പിൽ പെട്ടുപോകുന്ന വിചാരിച്ചിട്ടില്ല. തൊലി കിട്ടുന്നുണ്ട്, വീടെടുക്കുന്നുണ്ട്. അന്ന് എനിക്ക് കൊച്ചി ഇഷ്ടമല്ലായിരുന്നു. ഇല്ല, ഈ സിനിമയൊക്കെ കണ്ടിട്ട് പേടിയായിരുന്നു. കൊച്ചി സിനിമകളില് മറ്റേ കൊലപാതകവും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, ഒരു ഡാർക്ക് സൈഡ് കൊച്ചി. ഇപ്പത്തെ സിനിമയിലൊക്കെ കൊച്ചി അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങിയപ്പോ കൊച്ചി നൈസ്. ചേട്ടന് തിരക്കുണ്ടായിരുന്നു. ചേട്ടന് തിരക്കിന്റെ അല്ല, കണ്ടെയ്നർ വന്നിട്ട് ബ്ലോക്കായി. എത്ര ദിവസമായല്ലേ മഴ? കർക്കിടക മാസം, പിന്നെ മഴക്കാലത്ത് മഴ പെയ്യുന്നു. ഇപ്പൊ കർക്കിടകം തുടങ്ങി. കർക്കിടകം 2 കർക്കിടകം 2 അത് തോന്നുന്ന. ഇന്നലെ 1 ഇന്ന് 2 മീൻ പിടിക്കുന്ന ബോട്ട് കണ്ടോ നീ? എന്താ ട്രോളിങ് ആയതുകൊണ്ടായിരിക്കും അല്ലെ ഇവരെല്ലാം കയറ്റി വെച്ചേക്കുന്നത്? വൈകിട്ട് പോവാനായിരിക്കും. രാവിലെ പോയിട്ട് വന്നവരെ ഭാഗ്യമാണ്. പേരുകളൊക്കെ രസമുണ്ടല്ലേ? നമ്മള് സ്ഥലമെത്തി കേട്ടോ. എന്റെ മോളെ മനുമ മാർക്കറ്റ് എത്തി. ഇവിടെ റൈറ്റ് സൈഡ്. എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? മഴയായതുകൊണ്ടാണ് അറിയാത്തത്. അയ്യോ, വണ്ടിയായി പോയില്ലേ? ഇല്ല, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വെക്കാനാണ് നമ്മൾ വന്നേ. നമ്മൾ വെക്കാൻ വന്ന സ്ഥലം. ചക്കയ്ക്ക് എത്രയാ? ഏതെടുത്താലും 100? പ്ലേറ്റ് 100. അതെല്ലേ? ആ നത്തൽ എന്തേലും? അല്ല ഇത് 1/2 കിലോ. അത് വൃത്തിയാക്കിയാണോ? അല്ലല്ലോ. അതെല്ലേ? വൃത്തിയാക്കിയുണ്ടോടി? വൃത്തിയാക്കിയുണ്ടോ? ക്ലീൻ ചെയ്തോണ്ടോ? അതെന്തുവാ? കിലോക്കില്ലേ? അതിനെത്രയാ? 100. ക്ലീൻ ചെയ്താണ്, പക്ഷെ വൃത്തിയോട് പോലെ ഇരിക്കുന്നു. വെച്ചേക്കുന്ന സ്ഥലം കണ്ടോ? ഞാൻ മേടിക്കണ്ടോ? ലാസ്റ്റ് ടൈമിൽ നമ്മൾ വന്നതിനേക്കാളും വിലയായല്ലോ. അത്ര ജാഗ്രതയില്ലായിരുന്നു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. പച്ചക്കറി വേണോ? പയറുണ്ട്, മുരിങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കെട്ടാം. അതായത് കെട്ടിനാണോ റേറ്റ്? ചീര 20 ഒരു കെട്ടാ? ചീര മേടിച്ചാലോ ഒരു കുറച്ച്? പയറോ? പയറിന് എത്രയാ? വെണ്ടക്ക 20, പയർ 20, മുരിങ്ങക്കോലോ 30. കുറച്ച് മേടിക്കാം അല്ലേ? ചീര എടുക്കാം. എന്താണെങ്കിലും 2 കെട്ടി ചീര. അല്ല, ചോമ്പ്. വേറെ മുരിങ്ങക്കോലോ വന്നോ? വേറെ എന്താ വേണ്ട?
വേറൊന്നും വേണ്ട. ഒന്ന് ഒറ്റ കെട്ട്. ഇതാ ഫസ്റ്റിലത്തെ കെട്ടെടുത്തോ. ആ അതെടുത്തോ. വേറെ ഇത് പാവയ്ക്കൊക്കെ എത്രയാ? ആ പാവയ്ക്ക ഇത് കൈപ്പക്ക 30. അത് വേണോ? ആ 30 രൂപ കൂടുതലാണോ? വേണ്ട. 30 അതുണ്ട്. അത് മതിയോ? ചീത്തയായി ആ കുറെ കൊണ്ടുപോയിട്ട് എന്നാത്തിന്. വേണ്ട മല്ലി വേണ്ട, മല്ലി വേണ്ട. അത് പോരെ? അത് മതി, അത് മതി. ജിലേബി ആണോ? മുള്ളനുണ്ട്, പല്ലിമീനുണ്ട്, തോടിയുണ്ട്. കഴിക്കാത്ത സാധനങ്ങളാണ്. അതൊന്നും വൃത്തിയാക്കി തരില്ലല്ലോ. ആ ചെറുതായതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടത്തില്ല. ജിലോപ്പി കട്ടാക്കലേ ഇച്ചിരി പണിയാണ്. മൊത്തം ചെത്തി എടുക്കണം. പണ്ട് വീട്ടിലൊക്കെ മേടിച്ചോണ്ടിരുന്നപ്പോ എങ്ങനെയായിരുന്നു? വീട്ടില് മേടിച്ചോണ്ട് വന്നായിരുന്നു. അവിടെ ആ പുഴയിൽ ഇടുവായിരുന്നില്ലേ പടിയൂര്? അവിടെ തിലോപ്പി പിന്നെ ഓർക്കുന്നില്ല. ആണോ? പണ്ട് ഞങ്ങക്ക് കുളത്തിൽ ഒരു മീൻ കിട്ടിയായിരുന്നു. വലിയ മീൻ, നീ ഓർക്കുന്നില്ലേ? പണ്ട് നമ്മള് വീഡിയോ ചെയ്ത്. അത് പിന്നെ പപ്പ വാക്കത്തേക്ക് ചെക്ക് ചെയ്ത് ഒരു 1/2 കിലോ ആയാലോ? അല്ല തീർന്നല്ലേ? ആ പച്ചക്കറി എല്ലാം വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ചിട്ട് പോകാം. പിന്നെ വഴിക്കുന്ന വണ്ടി നിർത്തണ്ടല്ലോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ പറഞ്ഞോ, നമുക്ക് മേടിക്കാം. ഏത്തപ്പഴം വേണ്ടേ? വില എത്രയായിരുന്നു അന്നാ കടയിൽ? എത്ര? 75. ആ 75 ആയിരുന്നു. 2 സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചായിരുന്നു. എന്താ സ്വീറ്റ് പൊട്ടറ്റോ? എന്തോ സ്വീറ്റ് പൊട്ടറ്റോ? ആ തീർച്ചയായിട്ടും. എന്താ നീ എടുത്തോ, വേണ്ടതായിരിക്കും. 1 കിലോ പിലോട്ട് എടുക്കാം അല്ലേ? ഞാൻ എടുത്തോളാം. ഞാൻ വീഡിയോ കേട്ടോ. പച്ചക്കറി മീനെല്ലാം ആയില്ലേ? എടുത്തിട്ട് എവിടെ വെക്കണം? വേഗം പോവാം. ഇപ്പൊ ബോധം വന്നത്. ഇത്രയും നേരം മീനും നോക്കി അവിടെ ഇരുന്നിട്ട്. മീനും നോക്കിയിരുന്നോ? എന്നാലും അത്രയും മീനൊക്കെ കാണുമ്പോ ഒരു സന്തോഷമാണ്. മേടിച്ചില്ലേലും കുഴപ്പമില്ല. ആഴ്ചക്ക് വന്നിട്ട് മീൻ കണ്ടിട്ട് വന്ന ഒരു സന്തോഷം. തക്കോല് കിട്ടി. പുറകില് വെച്ചോടി. പുറകിലോട്ട് വെച്ചോ. കൊട മടക്ക് കുഞ്ഞ്. വേണ്ട, മടക്കി തരാം. അടച്ചോ. സീറ്റ് വെച്ചാലും മതിയടി, കുഴപ്പമൊന്നുമില്ല. ചെളിയൊന്നും ഇല്ലല്ലോ. വെജിറ്റബിൾസ് സീറ്റിൽ വെക്കാം. കേറിക്കോ. കയറാൻ വേണ്ടി പോവാണോ? എടുക്കണോ? മുന്നോട്ട് എടുക്കണോ? ഇതില് കയറുന്നോ? ഡ്രൈവർ സീറ്റിൽ കയറുന്നോ? വേണ്ട, ഞാൻ മുന്നോട്ട് എടുക്കാം. എന്താ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്? നിക്കാനാണോ? എടുക്കാനോ? നോക്കി എടുക്ക. കേറിക്കോ. നിന്നെ ട്രാഫിക് പോലീസിൽ എടുത്തിരിക്കുന്നു. പോകല്ലേ? പോകാം. സീറ്റ് കിട്ടോ? ഓക്കെ റെഡി? മലയാളപ്പാടത്ത് കയറണോ? ചർച്ച കയറണോ? പള്ളി കയറണോ? എല്ലാ പ്രാവശ്യം കയറുന്നല്ലേ. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോണോ? ചായ മേടിച്ചു തരാലോ. എങ്ങനെ വിശക്കാണ്ടിരിക്കും? സമയത്രേന്ന് അറിയാം എനിക്ക്. ചായ മേടിച്ചു തരാം. നീ നല്ല ഹോട്ടൽ വാങ്ങിക്കോ. പാല് മേടിച്ചോണ്ട് പോയിട്ട് ചായ വെക്കണ്ട. അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. സമയം പോകും. അല്ലെങ്കിൽ കടി മേടിച്ചോണ്ട് പോകാം, പാലും മേടിച്ചിട്ട് പോകാം. എന്ത് പറയുന്നു? ചായക്കടി മേടിച്ചിട്ട് പോവാ, പാലും മേടിച്ചിട്ട് പോവാ. ഇപ്പൊ വയറ് നിറച്ച് ചായ കുടിക്കാം.
സമയം കളയണ്ട, പെട്ടെന്ന് വീട് പിടിക്കുകയും ചെയ്യാം. ചായ വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി സാധനങ്ങൾ വെക്കാനും നോക്കാമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. കടി മേടിച്ചിട്ട് പോകാന്നാല്. പപ്സ് ഓക്കെ, പപ്സ് കഴിച്ചിട്ട്. പക്ഷെ പണ്ടത്തെ പപ്സിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. മസാലയൊന്നും അവരിപ്പോ കാര്യമായിട്ട് വെക്കുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, എന്നാലും പഴയ ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മസാല സെറ്റ് മീൻസ് നന്നായിട്ട് നിറച്ച് വെക്കാത്തത് കൊണ്ടാണോ, മസാല മാറിയത് കൊണ്ടാണോ എന്തോ. പണ്ട് ഞാനേ പപ്സ് കഴിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? മീൻസ് പപ്സിന് അന്ന് വില 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉണ്ടക്കൊക്കെ എത്രയായിരുന്നു അറിയാവുന്ന? 2 രൂപ. പപ്സിന് 3 രൂപ. അതായത് എന്റെ ഫസ്റ്റ് മീൻസ് ആദ്യമായിട്ടൊക്കെ പപ്സ് മേടിക്കുന്ന സമയം ഓർമ്മയില്. കലൂരുപള്ളി. പ്രാർത്ഥിച്ചോ ആണോ? എവിടെയാ പപ്സ് മേടിച്ചു തരാൻ പോകുന്നത്? വീട്ടിലല്ലാണ്ട് ഒന്നും കിട്ടാൻ പപ്പയൊക്കെ പോകുന്നു. നമുക്ക് അടുത്ത ഹോട്ടലിൽ അടുത്ത ഹോട്ടൽ അങ്ങനെ പറഞ്ഞു. പിന്നെ ഇരുട്ടിയില്ലാത്തുന്നു. ഇനിയിപ്പൊ എന്നാ വീട്ടിൽ പോയി അപ്പൊ എങ്ങനെയാ പോവാ? എവിടെ പോയാലും നമ്മുടെ അവസ്ഥയാണ്. അടുത്ത ഹോട്ടലിൽ നിന്ന് എന്തായാലും കഴിക്കാതെ. പക്ഷെ ഹോട്ടലിൽ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേണ്ട, നമുക്ക് അടുത്തല്ലോ നോക്കാം. അടുത്ത് നോക്കിക്കോ, എന്തായാലും അടുത്തല്ലേ. പക്ഷെ എന്താ അവസ്ഥ? അത് കഴിഞ്ഞു അങ്ങനെ അവസാനം ഇരുട്ടിയെത്തും. കുറെ പ്രാവശ്യം അനുഭവം ഉണ്ട്.